തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ. തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കും. 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ തെളിഞ്ഞതിനാൽ ശിക്ഷാവിധി മേൽക്കോടതി പറയണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. റിനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി നെടുമങ്ങാട് കോടതി പറയും എന്നുള്ളതാണ്. 2 സാധ്യതകളാണ് ഉള്ളത്. നിലവിൽ ഈ കേസിൽ ജീവപര്യന്തം, അതായത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ മേൽക്കോടതി ഇതിൽ വിധി പറയണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. അതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ അപേക്ഷയും മാനിച്ച് മേൽക്കോടതിയിലേക്ക് ഈ കേസ് കോടതി കൈമാറും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ 3 വർഷത്തിൽ താഴെ ഒരു വിധി നെടുമങ്ങാട് കോടതി പറയും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 വർഷത്തിൽ താഴെയാണ് വിധി പറയുന്നതെങ്കിൽ നിലവിൽ ഈ MLA സ്ഥാനത്തിനോ ഇനി മത്സരിക്കേണ്ടുന്ന സാഹചര്യത്തിനോ ആന്റണി രാജുവിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാനും കോടതി നടപടികളിലേക്ക് തുടർന്നും പോകാനും സാധിക്കും. ഇല്ലെങ്കിൽ തുടർന്ന് ജയിലിലേക്കായിരിക്കും പോവുക. പക്ഷേ ആ വിധി ഇന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ആ വിധി അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് മുകളിലുള്ള വിധിയാണെങ്കിൽ മേൽക്കോടതി പറയും എന്നുള്ളതാണ്. തിരുവനന്തപുരം CJM കോടതിക്ക് ഈ കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കൈമാറും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും 2:45 കൂടി കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി പറയും എന്ന് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു 4:15 കൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ കോടതി നിലവിൽ ഇപ്പോഴും ആ കേസ് എടുത്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉച്ചയോടുകൂടി തിരുവനന്തപുരം ഈ നെടുമങ്ങാട് കോടതിയിലേക്ക് എത്തിയ ആന്റണി രാജു പറഞ്ഞത് താൻ നിരപരാധിയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ചില നിരപരാധികളും ശിക്ഷിക്കപ്പെടും, അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം താനാണ് എന്നടക്കം പ്രതികരിച്ചിട്ടാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന് ആരോപിച്ചാണ് കോടതിക്ക് ഉള്ളിലേക്ക് പോയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസ് കോടതി എടുക്കും എന്നുള്ളതാണ്, പരിഗണിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, വ്യാജരേഖ ചമക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞിട്ടുള്ളത്. ഒഴിവാക്കിയിട്ടുള്ള വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ വഞ്ചന, പൊതുസേവകന്റെ നിയമലംഘനം എന്നീ വകുപ്പുകൾ ഇതിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം 1990 ഏപ്രിൽ 4-നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രോ സാൽവദോറിനെ മയക്കുമരുന്നുമായി പിടികൂടുന്നത്. തുടർന്ന് വഞ്ചൂർ പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം ഈ കോടതി ഇദ്ദേഹത്തെ 10 വർഷം ശിക്ഷിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം കോടതി. എന്നാൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഈ ആന്റണി രാജു അഭിഭാഷകനായിരുന്നു, ഒപ്പം ഈ കോടതി ഉദ്യോഗസ്ഥൻ കൂടി ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് ഇദ്ദേഹത്തെ വെറുതെ വിടുന്നത്. തുടർന്ന് ഓസ്ട്രേലിയയിൽ വെച്ച് ഇദ്ദേഹത്തെ ഈ ആൻഡ്രോ സാൽവദോറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇദ്ദേഹം ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഒരു സഹതടവുകാരനോട് പറയുന്നു. അവിടെ നിന്ന് ഇന്റർപോൾ വഴി CBI വഴി കേരള പോലീസിലേക്ക് എത്തുന്നു. തുടർന്ന് 1994-ലാണ് തുടർന്ന് ഈ 4 വർഷത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 32 വർഷത്തിന് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ആന്റണി രാജുവും അതുപോലെ തന്നെ ഒന്നാം പ്രതിയും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് നിലവിൽ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. വിധി അല്പസമയത്തിനകം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.